ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എജ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എജ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മെയിൻലി CPO, വിമൻ CPO, LDC, LGS എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ആണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ആയിരുന്നു 150 ടോപ്പിക്സ്. 150 ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹോട്ട് ടോപ്പിക്സ് ഫോർ അപ്കമിങ് PSC എക്സാമിനേഷൻ ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന ബയോളജിയാണ്. ബയോളജിയുടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ലെച്ചൂസ് എജ്യൂ ടിപ്സിന്റെ ആപ്പിൽ LDC ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോയുടെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഒരു ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതായത് കോൾ ചെയ്യേണ്ട, വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം വാട്സാപ്പ് മെസ്സേജ് മാത്രം അയച്ചാൽ മതി കേട്ടോ. അവിടെ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന്റെ എൻക്വയറി എന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടാൽ മതി. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിയുടെ ടോപ്പിക് ആണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എക്സാമിനേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ബയോളജിയിൽ നമ്മളോട് രോഗങ്ങളും രോഗകാരികളും എന്ന് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് നമുക്ക് വരുന്നത് SCERT പുസ്തകത്തെ ബേസ് ചെയ്താണ് കാണാറ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയ ഡിസീസ് ആണ്. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം SCERT പുസ്തകത്തിലൂടെ പഠിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് SCERT പഠനവുമായി ഹോട്ട് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി പഠിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്കിതാ SCERT പുസ്തകത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, എലിപ്പനി. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ട് ആണ്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. 3 പോയിന്റ്സ്. എലിപ്പനി നമ്മളോട് ചോദിക്കാറുണ്ട്. ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം എലിപ്പനി ബാക്ടീരിയ രോഗമാണ്. അല്ലെങ്കിൽ എലിപ്പനിക്ക് കാരണം ബാക്ടീരിയ ആണ്, ഫംഗസ് ആണ്, വൈറസ് ആണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? പ്രോകാരിയോട്ട് ആണ്. യൂകാരിയോട്സും ഉണ്ട്, പ്രോകാരിയോട്സും ഉണ്ട്. എന്റെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ബയോളജി ക്ലാസ്സിൽ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. വേണ്ടവർക്ക് അത് നോക്കാം. അപ്പൊ എലിപ്പനി എന്ന് പറയുന്ന ബാക്ടീരിയ രോഗമാണെന്ന് ഓർത്തു വെക്കുക. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ, അതായത് വിഷവസ്തുക്കൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ്. PSC പലതവണ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെച്ചേക്കുക. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ്. എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവ മുഖ്യ ലക്ഷണങ്ങളാണ്. നിങ്ങൾ ലക്ഷണങ്ങളും കൂടി മനസ്സിലാക്കി വെക്കണം. കാരണം പ്രസ്താവന ഇട്ടൊക്കെ PSC ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പ്രസ്താവന ഇട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പം എലിപ്പനി ബാക്ടീരിയ രോഗമാണ്, എലിപ്പനിക്ക് കാരണം ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ്, ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവ എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങളാണ് എന്നിങ്ങനെയൊക്കെ നമുക്ക് 4 പ്രസ്താവന തന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏത്, തെറ്റായവ ഏത് എന്ന അർത്ഥത്തിലൊക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം മസ്റ്റായിട്ടും പഠിക്കണം കേട്ടോ. തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ പരിപൂർണമായും ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് എലിപ്പനി. ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന തിരിച്ചറിവ് രോഗവ്യാപനം തടയുന്നതിന് അത്യാവശ്യമാണ്. ഇനി മറ്റു ചില ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ച് പറയുന്നു. അതാണ് ഡിഫ്തീരിയ. PSC ഇതിനു മുൻപ് നമ്മളോട് ഡിഫ്തീരിയയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള. PSCയുടെ ഒരു മുൻവർഷ ചോദ്യം ഉണ്ടായിരുന്നു, തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഏത് എന്ന്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമാണേത്? ഡിഫ്തീരിയ. ഡിഫ്തീരിയ പകരുന്നത് രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണ്. അതായത് ഡിഫ്തീരിയ രോഗം ബാധിച്ച വ്യക്തി ചുമയ്ക്കുന്നതിലൂടെയും തുമ്മുന്നതിലൂടെയും അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. ഇതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഞാൻ ഹൈലൈറ്റ് ചെയ്താൽ മസ്റ്റായിട്ടും പഠിക്കണം. നിങ്ങൾ പറ്റുമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് ഈ ഹൈലൈറ്റ് ചെയ്ത് നോട്ട് പോലെ എഴുതിക്കോ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. കൊറിനി ബാക്ടീരിയൻ ഡിഫ്തീരിയെ ആണ് രോഗകാരി. ഇത് മുൻവർഷ ചോദ്യമാണ്. കൊറിനി ബാക്ടീരിയൻ ഡിഫ്തീരിയയാണ് എന്തിന്റെ രോഗകാരി? നമ്മുടെ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ളിന്റെ രോഗകാരി.
കൊറോണി ബാക്ടീരിയൻ ഡിഫ്തീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു. ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാര നിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാക്കുന്നു. അപ്പം ഈ കൊറോണി ബാക്ടീരിയം അല്ലെങ്കിൽ തൊണ്ടമുള്ളു മൂലം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? നമ്മുടെ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാകുന്ന ഒരവസ്ഥയിലേക്ക് പോകപ്പെടുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കുക. ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആന്റി ടോക്സിനുകൾ രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്നുപയോഗിച്ച് രോഗിയെ രക്ഷിക്കാനാവില്ല. അതിനാൽ ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നതാണ്. ഇനി അപ്പൊ നമ്മള് എലിപ്പനി കഴിഞ്ഞു, ഡിഫ്തീരിയ കഴിഞ്ഞു. ഇനി അടുത്തത് ക്ഷയമാണ് കേട്ടോ. മുൻകാലങ്ങളിൽ വ്യാപകമായ ഭീതി പരത്തിയിരുന്ന രോഗമായിരുന്നു ക്ഷയം. ക്ഷയത്തിന്റെ രോഗകാരി എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. PSC മുൻപ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയത്തിന്റെ രോഗകാരി. ക്ഷയത്തിന്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടും, ക്ഷീണം, സ്ഥിരമായ ചുമ. ഇപ്പൊ ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ എന്നിവയൊക്കെയാണ് ക്ഷയത്തിന്റെ രോഗലക്ഷണങ്ങൾ. രോഗം പകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കും. രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുന്നത്. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയെയും ഈ രോഗം ബാധിക്കാറുണ്ട്. അപ്പം വൃക്ക, അസ്ഥി, അസ്ഥിസന്ധി, തലച്ചോറ് എന്നിവയെയും എന്ത് ബാധിക്കുന്നുണ്ട്? ക്ഷയരോഗം ബാധിക്കുന്നുണ്ട്. ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ക്ഷയരോഗത്തിന് എടുക്കുന്നത്. ഇതിനുള്ള വാക്സിൻ എന്ന് പറയുന്നത് ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG. ഓക്കെ, BCG വാക്സിൻ നമ്മൾ വിളിക്കുന്നത് എന്തിനാണ്? ക്ഷയരോഗത്തെ തടയുന്നതിന് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള വാക്സിനാണ് BCG വാക്സിൻ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. രോഗകാരി, രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ, വാക്സിൻ. ഇത് മസ്റ്റായിട്ട് നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്നിവിടെ പഠിച്ച ഈ ബാക്ടീരിയ രോഗങ്ങളില്ലേ, ഏതൊക്കെയാ പഠിച്ചത്? എലിപ്പനി, ഡിഫ്തീരിയ അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഈ രോഗങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ പഠിച്ചത്. അതുപോലെ ക്ഷയം കണ്ടു. ഈ 3 രോഗങ്ങളും പഠിക്കുമ്പം രോഗകാരികൾ പഠിക്കണം, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ അതിന് വാക്സിൻ, പ്രതിരോധ വാക്സിൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക. അപ്പം എങ്ങനെയാണ് രോഗം പകരുന്നത് അതൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു, പഠിപ്പിക്കുന്നതിനിടെ ഞാൻ പറയുന്നുണ്ട് പ്രസ്താവനയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. പ്രസ്താവനയിട്ട് ചോദിച്ചാൽ ഇതിൽ നിന്നുള്ള മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് എവിടെയൊക്കെ മാർക്ക് കിട്ടും അവിടെയെല്ലാം നിങ്ങൾ മുറുകെ പിടിച്ചോണം. അപ്പം നമ്മൾ ഇത്രയും ടോപ്പിക്സ് എടുത്ത് തന്നിട്ട് നിങ്ങളത് പഠിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. മസ്റ്റായിട്ട് ഈ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിക്കണം. ഇത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞുവെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ അടുത്ത സെഷൻ 6 o'clock 6 o'clock ക്ലാസ്സിൽ കാണാം. നോട്ടിഫിക്കേഷൻ ആർക്കും കിട്ടുന്നില്ല എന്നുള്ള കുറേ പരാതികൾ കാണാറുണ്ട്. അതൊന്നും എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. ഞാനിപ്പോൾ 6 o'clock എന്ന് പറയുമ്പോൾ 6 o'clock തന്നെ നിങ്ങൾ യൂട്യൂബ് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ സെഷനിൽ കാണാം. താങ്ക്